അമേരിക്ക പോലും ഇസ്രായേലിനോട് വളരെ മര്യാദപൂർവ്വം സഭ്യമായ ഭാഷയിൽ പറഞ്ഞതാണ് പാലസ്തീനെ ഇനി ആക്രമിച്ചു പോകരുത്, അതിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതുവരെ അമേരിക്ക ചില നയങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു. ഇസ്രായേലിലെ ഭരണാധികാരികൾ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. എന്നാൽ ആവശ്യഘട്ടങ്ങളിൽ അമേരിക്കയുടെ സഹായം വേണം. ഇസ്രായേലുകൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ സഹായമില്ലാതെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇറാന്റെ പരമാധികാരിയായ ആയത്തുള്ള അലി ഖമേനി പറഞ്ഞത്, നിങ്ങളൊക്കെ എത്ര വിചാരിച്ചാലും അമേരിക്ക എന്ന രാജ്യം നിങ്ങളെ കൈകഴിക്കാൻ നിങ്ങളുടെ നാശം ഉറപ്പിച്ചുവെന്ന് എഴുതി വെച്ചോളൂ. ഇസ്രായേൽ നരവേട്ട തുടങ്ങിയിട്ട് 2 കൊല്ലം കഴിയുകയാണ്. ഇതിനിടയിൽ 60,000-ഓളം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അതിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രം ഏകദേശം 20,000-ഓളം വരും. ഈ കണക്കുകൾ പുറത്തുവിടുമ്പോൾ ലോകമനസാക്ഷി ഞെട്ടിത്തിരിക്കുകയാണ്. നാറ്റോയിലെ സഖ്യരാജ്യങ്ങൾ ആദ്യം ഇസ്രായേലിനോടൊപ്പവും പിന്നീട് അമേരിക്കയോടൊപ്പം കൂടിച്ചേർന്നു നിന്ന രാജ്യങ്ങളാണ്. പലസ്തീനിലെ ഈ നെറികെട്ട നെറികേടുകൾ അവസാനിപ്പിക്കുക, ആ രാജ്യത്തെ സ്വതന്ത്രമായി പ്രഖ്യാപിക്കാൻ UN തയ്യാറാകുമ്പോൾ അതിൽ ഏതാനും ചില രാജ്യങ്ങൾ ഒരു രീതിയിലും സമ്മതിക്കാതെ ഇസ്രായേലിന്റെ തെറ്റായ നയങ്ങളോടൊപ്പം നിൽക്കുകയാണ്. ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് വർഗീയ വിഷം ചീറ്റുന്ന രീതിയിൽ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് മതഭ്രാന്തന്മാർ ഇറങ്ങിയിരിക്കുന്നത്. പലസ്തീനിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കൈനീട്ടി നിൽക്കുമ്പോഴാണ് നിറയേറ്റ് വീഴുന്നത്. അതുപോലെ തന്നെ അവർ പട്ടിണി കിടക്കുന്നു. അമ്മമാരും കുഞ്ഞുങ്ങളും പട്ടിണി കിടന്ന് മരിക്കുന്നു. ഇതൊക്കെ ഉത്സാഹത്തോടെ ആഘോഷപൂർവ്വം ആസ്വദിച്ചു പറയുന്ന ചില കൂട്ടരുണ്ട്. സ്വന്തം നാട്ടിൽ വർഗീയ വിഷം വമിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം നടത്തുന്നവർ ഇതും ഇതിനപ്പുറവും പറയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്രായേലിൽ ഈ രീതിയിലുള്ള സയനിസ്റ്റ് ഭരണകൂടത്തെ അടിച്ചൊതുക്കാൻ ഏത് രീതിയിലും ഹമാസ് ബാക്കി അവശേഷിക്കുമ്പോൾ തീരുമാനമെടുത്തിരിക്കും. ഇവിടെ യുദ്ധം ഇസ്രായേലും ഹമാസും തമ്മിലല്ല, ഇവിടെ യുദ്ധം നെറുകേടിനെതിരെയുള്ള മനുഷ്യരുടെ ചെറുത്തുനിൽപ്പാണ്. ഹമാസ് എന്നത് വെറും ഒരു സൈനിക ശക്തി മാത്രമാണ്. നിരാലംബരായ പലസ്തീനികളുടെ മോചനത്തിന് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കാതെ ലവലേശം ഭയമില്ലാതെ അവർ ശക്തമായി പ്രതിരോധവുമായി എത്തുന്നതാണ്. യമനിലെ ഹൂതി വിമതരായിരുന്നാലും ഹിസ്ബുള്ളയായിരുന്നാലും ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ അടിച്ചൊതുക്കി ഇറാനെ അങ്ങ് തീർത്തു കളയുമെന്ന് പറഞ്ഞ സയനിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇറാന് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള മതിപ്പ് എത്രത്തോളം വലുതാണ് എന്നുള്ളത്. ടീച്ചറെ, ഓണത്തിന് സമ്മാനമായിട്ടൊരു വാഷിംഗ് മെഷീൻ കിട്ടിയല്ലോ. വലിയ ലക്ക. കേരളത്തിൽ ഇപ്പോ വെറും ലക്കല്ല, നന്ദിലക് ജിമാർട്ട് വക്കാലക്ക. നന്ദിലക് ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും, ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. നന്ദിലക് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.